അങ്ങനെ മനോജ് കാത്തു നിന്ന് അവൻ കുഴഞ്ഞു. എവിടേക്കും പോയി തങ്ങാൻ അവൻ്റെ മനസ്സ് അനുവദിച്ചില്ല. കാരണം വൈകുന്നേരം അവളെ കാണണം, ഇത് തന്നെയായിരുന്നു മനസ്സിൽ. ചുറ്റുവട്ടത്തൊക്കെ കറങ്ങി നടന്നു. ഉച്ചയ്ക്ക് ലഘുവായിട്ട് ആഹാരമൊക്കെ കഴിച്ചു. അവിടെയൊക്കെ തന്നെ നിന്നു. എങ്ങനെയെങ്കിലും ഒരു 6 മണി 7 മണി ആക്കി എടുക്കണം, അതായിരുന്നു അവൻ്റെ ലക്ഷ്യം. ചില സമയത്ത് അവൾ നേരത്തെ വരും, ചില സമയത്ത് 7 മണിക്ക് ഇറങ്ങത്തുള്ളൂ. അങ്ങനെ കാത്തു നിന്ന് അവസാനം 7 മണിയായപ്പോൾ രമ്യ വന്നു. രമ്യ വന്നിട്ട് അവനെ കണ്ടിട്ട് വലിയ മൈൻഡൊന്നും ഇല്ലാതെ നടക്കാൻ ഭാവിച്ചപ്പോൾ മനോജ് പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ ഇന്ന് മൊത്തം ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന്. ഇത്രയും നേരം ഞാൻ കാത്തു നിന്നിട്ട് എന്നെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ നിനക്ക് എങ്ങനെ പോകാൻ തോന്നി? അവൻ സങ്കടം പറഞ്ഞു. അവൾ മുഖത്തേക്ക് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. എൻ്റെ കൂടെ ഒന്ന് വരുമോ, ഒരു കട വരെ? കുറച്ചു നേരം എനിക്ക് നിന്നോട് ഫ്രീ ആയിട്ട് സംസാരിക്കണം. അവൻ അവളോട് റിക്വസ്റ്റ് ചെയ്തു. അവൾ പറഞ്ഞു, എനിക്ക് ഡേ കെയറിൽ നിന്ന് കുഞ്ഞിനെ എടുക്കണം. ഓക്കെ, കുഞ്ഞിനെ എടുത്തുകൊണ്ട് നമുക്ക് പോകാം. അവളൊന്നും മിണ്ടിയില്ല. അങ്ങനെ അവളെ ബൈക്കിൽ കയറ്റി ഡേ കെയറിലെത്തി. അവൾ പോയി കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു. കുഞ്ഞിനെയും കൊണ്ട് അവൾ ബൈക്കിൽ കയറി. അവർ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നു. അവിടെ ചെന്ന് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അതിനുശേഷം രമ്യയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ മനോജ് മേടിച്ച് തൻ്റെ മടിയിലിരുത്തി കൊഞ്ചിക്കാൻ തുടങ്ങി. മോളൂട്ടിയേ എന്നൊക്കെ വിളിച്ച്. അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഇയാളുടെ എത്രാമത്തെ അടവാണിതെന്നാണ് അവൾ മനസ്സിൽ ചിന്തിച്ചത്. ഒരുപാട് അടവുകൾ ഇതിനോടകം വെച്ച് കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ജോലി ചെയ്ത് 1 മാസത്തെ സാലറി തന്നു എന്നും പറഞ്ഞിട്ടുള്ള പുതിയ അടവുമായി വന്നിരിക്കുകയാണ്. പൈസ വാങ്ങിച്ചു വെച്ചുവെങ്കിലും അവൾക്കൊരു പേടിയും ടെൻഷനും ഉണ്ടായിരുന്നു. ഇനി ഈ പൈസയ്ക്ക് അവകാശികൾ വല്ലവരും പിറകെ വരുമോ എന്നായിരുന്നു അവളുടെ ടെൻഷൻ. എങ്കിലും പൈസ അല്ലേ, അയാൾ ജോലി ചെയ്ത് കൊണ്ടു തന്നതാണെങ്കിലും ഒരു പക്ഷേ അത് കൊണ്ടുവന്ന് ദൂർത്തടിക്കുന്നതിനെക്കാട്ടി നല്ലത് അത് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉപകരിക്കുമല്ലോ, അത് കരുതി അവൾ കയ്യിൽ വെച്ചു. രണ്ടായാലും ഈ പൈസയിൽ അവൾക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആഹാരമൊക്കെ ഓർഡർ ചെയ്ത് 2 പേരും കഴിച്ചു. ഇടയ്ക്ക് കുഞ്ഞിനും മനോജ് ചെറുതായിട്ട് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ പറഞ്ഞു, ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്കണം. നമുക്കിനി എൻ്റെ വീട്ടിലും പോകണ്ട, നമുക്ക് ഹോസ്റ്റലും താമസിക്കേണ്ട, ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കാം. നീ വാടക ഒന്നും കൊടുക്കണ്ട, ഞാൻ വാടക കൊടുത്തോളാം. എനിക്കിപ്പോൾ നല്ല സാലറി ഉണ്ട്, അത്യാവശ്യം കഴിഞ്ഞു കൂടാനുള്ളതൊക്കെ നമുക്ക് കിട്ടും. ഒരു വാടക വീടെടുത്ത് നമുക്ക് അവിടേക്ക് മാറാം. അവൻ റിക്വസ്റ്റ് ചെയ്തു. അവൾ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല. തൻ്റെ കൂടെ ഒരുപാട് തവണ ഞാൻ ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങി വന്നതാണ്. വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ വാടക ഞാൻ കൊടുത്ത് പിന്നെ തൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് അവിടെ കഷ്ടപ്പാട്. ഇനി ഞാൻ എന്ത് വിശ്വസിച്ചാണ് തൻ്റെ കൂടെ വരുന്നത്? അവൾ പരുഷമായി തന്നെ സംസാരിച്ചു. ഞാൻ പറയുന്നതൊന്നും കേൾക്ക്. ഞാൻ 1 മാസത്തെ സാലറി നിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ട് പോലും നിനക്ക് വിശ്വാസമില്ലേ? നീ എന്നെ ഒന്ന് വിശ്വസിക്കുക. നീ അല്ലാതെ ഈ ലോകത്ത് എന്നെ ആരാണ് വിശ്വസിക്കുന്നത്? അതല്ലേ ഞാൻ നിൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത്? അതോ എനിക്ക് വേറെ ജീവിതം കിട്ടാഞ്ഞിട്ടാണോ? നിങ്ങളുടെ ഈ സ്വഭാവത്തിന് വേറെ ജീവിതം കിട്ടും. നിങ്ങൾക്ക് അഥവാ വേറെ ജീവിതം വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഞാൻ നിങ്ങളെ പിറകെ നടന്ന് ശല്യപ്പെടുത്താനൊന്നും വരില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് മനസ്സമാധാനമുണ്ട്. ഈ മനസ്സമാധാനം മാത്രം മതി എനിക്ക് എൻ്റെ കൊച്ചിനെയും വളർത്തി ജീവിക്കാൻ. അതുകൊണ്ട് തനിക്ക് പോവുകയോ എന്തോന്ന് വെച്ചാൽ ചെയ്യാൻ. ഞാൻ ഒരിക്കലും തൻ്റെ പിറകെ വരില്ല. അറിയാം, നീ എൻ്റെ പിറകെ വരില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജോലി ചെയ്ത് ആദ്യത്തെ സാലറി നിൻ്റെ കയ്യിൽ തന്നെ കൊണ്ടു തന്നത്. കാരണം നിന്നെ എനിക്ക് വിട്ടുകളയാൻ പറ്റില്ലല്ലോ. നിനക്ക് വിട്ടുകളയായിരിക്കും. വിട്ടുകളയാൽ നിനക്ക് പുത്തരിയൊന്നും അല്ലല്ലോ. അവന് കൊള്ളിച്ചിട്ട് വർത്തമാനം പറഞ്ഞു. അവൾക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആർക്ക് വേണ്ടിയിട്ട് വിട്ടുകളഞ്ഞതാണ്? എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ ഞാൻ ചെയ്തത്. വഴക്ക് കൂടാൻ എനിക്ക് താല്പര്യമില്ല, രമ്യ പറഞ്ഞു. ഞാനും വഴക്ക് കൂടാനൊന്നും വന്നതല്ല. എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വന്ന് വിളിച്ചെന്നേ ഉള്ളൂ. എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ റെസ്റ്റോറൻറ്റിലേക്ക് നിന്നെ കൊണ്ടുവന്നത്. അല്ലാതെ വഴക്ക് കൂടാനോ അടി കൂടാനോ ഒന്നുമല്ല. നിൻ്റെ കാര്യം നീ തുറന്ന് പറ. ഞാൻ നിനക്ക് ഇത്രയൊക്കെ ഉറപ്പ് തന്നില്ലേ? നീ വാടക വീട്ടിൽ വന്ന് താമസിക്കും. ഞാൻ വാടക കൊടുക്കാം, അഡ്വാൻസ് കൊടുക്കാം. ഇതിൽ കൂടുതൽ എന്തോ എനിക്ക് ചെയ്യാൻ പറ്റും? കമ്പനിക്കാർ എനിക്ക് എല്ലാ രീതിയിലും നല്ല സപ്പോർട്ടാണ്. അവർ അഡ്വാൻസ് കൊടുക്കാനുള്ള തുക തരും. സാലറിക്കകത്തുനിന്ന് കുറച്ച് പിടിക്കും. നല്ല സാലറിയും ഉണ്ട്. നീ ആ പൈസ എണ്ണി നോക്കി എത്ര രൂപയുണ്ടെന്ന്. അത്രയും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. അതിൻ്റേതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടും എനിക്കുണ്ട്. ഞാൻ ഇതുവരെയും ജോലിക്കൊന്നും പോയിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്കിപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് നടുവിന് പ്രശ്നവും കൈക്ക് പ്രശ്നവും കാലിന് പ്രശ്നവും എല്ലാം ഉണ്ട്. അതിനെല്ലാം തരണം ചെയ്ത് ഞാനിപ്പോൾ ഈ ജോലിയിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നീ എന്നെ വിശ്വസിക്കുക. അവൻ വീണ്ടും അവളോട് പറഞ്ഞു. വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നല്ലോ. വിശ്വാസമെല്ലാം തല്ലി തകർത്തത് നിങ്ങൾ തന്നെയല്ലേ? പിന്നെ ഇനിയും നിങ്ങളെ വിശ്വസിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട്?
അവൾ തുറന്നടിച്ചു. നീ പഴയ കാര്യങ്ങൾ വിട്, ഇപ്പോഴുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്ക്. വീണ്ടും വീണ്ടും എന്തിനാ ഈ പഴയ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പഴയ കാര്യങ്ങൾ പറയുമ്പോൾ നിനക്ക് എന്ത് കിട്ടും? അവൻ സത്യം പറഞ്ഞ നല്ല വിഷമം വന്നു. പറയാനുള്ളത് പിന്നെ പറയണ്ടേ, പഴയതായാലും പുതിയതാണെങ്കിലും. അങ്ങനെയാണെങ്കിൽ പഴയ കാര്യങ്ങൾ എനിക്കും പറയാനില്ലേ? നീ ഒരു ഭർത്താവിനെ ചതിച്ചിട്ടല്ലേ എൻ്റെ കൂടെ വന്നത്, അപ്പോൾ ഞാൻ അത് പറയണ്ടേ? ഭർത്താവിനെ ചതിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങളൊരു നല്ലവനാണെന്നും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്നും എല്ലാം കരുതി നിങ്ങളെ കൂടെ വന്നു. അതിൻ്റെയൊക്കെ ഫലം എനിക്ക് ഒരുപാട് കിട്ടിക്കഴിഞ്ഞു. ഇനിയും നിങ്ങളെ വിശ്വസിക്കണമെന്ന് പറഞ്ഞതിൽ ഒരർത്ഥവുമില്ല. നിനക്ക് പറ്റുമെങ്കിൽ നീ വിശ്വസിക്കുക. അവൻ അവസാനം കുഴഞ്ഞു. കാര്യം അവൻ്റെ ഭാഗത്തെ തന്നെ തെറ്റുകൊണ്ടാണ് അവൾ അങ്ങനെ ആയതെന്ന് അവന് നല്ലതുപോലെ അറിയാം. പക്ഷേ ഇനി പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനും പാടാണ്. അവൻ പറഞ്ഞു, നല്ലൊരു വീട് ഞാൻ നോക്കാൻ തീരുമാനിച്ചു. എല്ലാ ഫെസിലിറ്റീസുമുള്ള, അതിനകത്ത് എല്ലാ ഫർണിച്ചറും കാര്യങ്ങളും എല്ലാ സെറ്റപ്പോടും കൂടി തന്നെയായിരിക്കും നിന്നെ വന്ന് വിളിക്കുന്നത്. നീ ഒന്നും അറിയണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാൻ റെഡിയാണ്, അവൾ പറഞ്ഞു. എല്ലാ ഫെസിലിറ്റിയോടും കൂടി ഞാൻ നിന്നെ വന്ന് വിളിക്കും. അപ്പോൾ നീ എൻ്റെ കൂടെ വരണം കുഞ്ഞുമായിട്ട്, അവൻ വീണ്ടും പറഞ്ഞു. ഓക്കെ, അവൾ പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം സന്തോഷത്തോടെ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി. അതിനുശേഷം ഹോസ്റ്റലിലെത്തിയതും അവളുടെ മനസ്സിലെ പല പല ആശങ്കകളായിരുന്നു. ഇയാളെ വിശ്വസിക്കാമോ? ഇയാൾ പറയുന്നതൊക്കെ സത്യമാണോ? ഇതിൻ്റെ മറവിലും ഇനി എന്തെങ്കിലും തട്ടിപ്പോ വല്ലതും ഉണ്ടോ? കാരണം പ്രണയിച്ച സമയത്ത് കണ്ട മനോജ് ആയിരുന്നില്ല വിവാഹം കഴിച്ചപ്പോൾ കണ്ടത്. ഒരുപാട് മാറ്റങ്ങൾ അയാളിൽ കണ്ടു. പലതും താൻ അനുഭവിച്ചു. ഒരുപാട് കഷ്ടതകൾ കൂടിയും കടന്നുപോയി. ഇതുവരെയും ജീവിതത്തിൽ അനുഭവിക്കാത്തതെല്ലാം മനോജിനെ കല്യാണം കഴിച്ചതിന് ശേഷം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മറവിലും വല്ലതും ഉണ്ടോ എന്നായിരുന്നു അവളുടെ ആശങ്ക. അവൻ്റെ ആത്മാർത്ഥമായ വർത്തമാനം കേട്ടാൽ നമ്മളങ്ങ് വീണു പോവും. പക്ഷേ ചതി പറ്റി കഴിയുമ്പോഴായിരിക്കും നമ്മൾക്ക് മനസ്സിലാവുന്നത് അവൻ്റെ ആത്മാർത്ഥതയുടെ ആഴം. നോക്കാം, എല്ലാ ഫെസിലിറ്റീസും കൊണ്ട് തരട്ടെ, എന്നിട്ട് പോവാം. അതിനകത്ത് ഇനി ഒരു രൂപ പോലും വാടക കൊടുക്കാനോ അല്ലെങ്കിൽ അഡ്വാൻസിനോ ഒന്നും തൻ്റെ കയ്യിൽ നിന്ന് മനോജ് പ്രതീക്ഷിക്കേണ്ട. അത് മനോജിന് നന്നായിട്ട് മനസ്സിലായിട്ടുമുണ്ട്. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന പൈസ കറക്റ്റായിട്ട് തൻ്റെ കയ്യിൽ കൊണ്ട് തരികയും വേണം. ഇങ്ങനെയൊക്കെയുള്ള നിബന്ധന ഉണ്ടെങ്കിൽ മനോജിൻ്റെ കൂടെ താമസിക്കാൻ തനിക്ക് പറ്റുകയുള്ളൂ. തനിക്ക് മനോജ് ഇല്ലാതെ ജീവിക്കാനൊക്കെ പറ്റും. മനോജിനാണ് താനില്ലാതെ ജീവിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് മനോജ് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഇത്രയും നാൾ താൻ അനുഭവിച്ചല്ലോ, ഇനി തനിക്ക് അനുഭവിക്കാൻ മനസ്സില്ല. അന്തസ്സായിട്ട് തല ഉയർത്തിപ്പിടിച്ച് തന്നെ ജീവിക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ജീവിത പോരാട്ടം തന്നെ. അതുകൊണ്ട് മനോജ് തൻ്റെ വഴിക്ക് വരുമോ എന്ന് നോക്കട്ടെ എന്നവൾ തീരുമാനിച്ചു. അങ്ങനെ മനോജ് വീടിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങി തിരിച്ചു. പലരെയും കണ്ടു, പല വീടുകളും നോക്കി. ഒന്നും അവന് ഇഷ്ടപ്പെട്ടില്ല. അവൻ ഇഷ്ടപ്പെടാത്തതല്ല, അവൻ ഏത് വീടും അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ രമ്യയുടെ ഇഷ്ടമാണ് അവൻ നോക്കുന്നത്. ഒരു വലിയ വീട് തന്നെ നോക്കി. മാസം 10,000 രൂപ വാടക. അത്യാവശ്യം 2-3 ബെഡ്റൂമുണ്ട്, വലിയൊരു ഹാള്, 2 കിച്ചൺ, അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം ഉണ്ട്. എല്ലാമുള്ള നല്ല വലിയൊരു വീട്. 10,000 രൂപയുടെ വീടിൻ്റെ ആവശ്യമില്ല. പക്ഷേ അവൾക്ക് വേണ്ടിയിട്ട് അവൻ ഏറ്റെടുക്കുകയായിരുന്നു. അവൾ നല്ല രീതിയിൽ ജീവിക്കട്ടെ, എത്രയായാലും നല്ല രീതിയിൽ ജീവിച്ച ഒരു പെണ്ണല്ലേ. എല്ലാം ഇട്ടെറിഞ്ഞ് തന്നോടൊപ്പം വന്നിട്ട് ഈ കഷ്ടത കൊടുത്തതിൻ്റെ ഫലമാണ് അവൾ തന്നോടങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ വലിയ വീടൊക്കെ എടുത്തിട്ടു. അതിനുശേഷം അതിനേക്കുള്ള ഫർണിച്ചർ അവൻ കമ്പനിയിൽ ഓണറോട് ചെന്ന് സംസാരിച്ചു. കുറച്ച് പൈസ തന്ന് സഹായിക്കണം, ജോലിയിലെ സാലറിയിൽ നിന്നും പിടിച്ചോളൂ, അത്യാവശ്യം ഫർണിച്ചർ മേടിക്കണം. അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടു. ഇനി രമ്യയെ പോയി വിളിക്കണം. ഈ മാസം കൊള്ളില്ല, അടുത്ത മാസം 1-ാം തീയതി ഈ വീട്ടിലോട്ട് കയറാം, പാല് കാച്ചി തന്നെ കയറാം. ആരെയും വിളിക്കുന്നില്ല. എന്തിനു വിളിക്കണം? ആരെയും വിളിക്കുന്നില്ല. അവളും കൊച്ചും താനും ആ ഒരു ലോകത്ത് നന്നായി ജീവിക്കണം, അതുമാത്രമായിരുന്നു അവൻ്റെ സ്വപ്നം. അങ്ങനെ വീടും കാര്യങ്ങളും ഫർണിച്ചറും അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ചെയ്തു വെച്ചു. പാത്രങ്ങൾ ഉൾപ്പെടെ അവൻ വാങ്ങിച്ചു. അതിനുശേഷം രമ്യയോട് കാര്യം പറഞ്ഞു. രമ്യ, വീടും കാര്യങ്ങളും എല്ലാം റെഡിയാണ്, അടുത്ത മാസം 1-ാം തീയതി നമുക്ക് ആ വീട്ടിലേക്ക് കയറണം. അങ്ങനെ അവളും സമ്മതിച്ചു. അടുത്ത മാസം 1-ാം തീയതി ചെറിയൊരു പാലുകാച്ചോട് കൂടി രമ്യയും മനോജും കൂടി വാടക വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ അടുത്ത ഭാഗവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.